എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് ഷെഡ്യൂളിൻ്റെ ഈ ഒരു കൗൺസിലിങ്ങിൽ പങ്കെടുക്കാനുള്ള ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ജൂൺ 21 മുതൽ 24 തീയതി വരെയാണ് നോഡൽ പോളിടെക്നിക് കോളേജുകളിൽ വെച്ച് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്, അഡ്മിഷൻ നടത്തപ്പെടുന്നത്. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോളി അഡ്മിഷൻ ORG എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ലാറ്ററൽ എൻട്രി എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്കുള്ള ആ ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒന്നിൽ കൂടുതൽ ജില്ലകളിലേക്ക് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു ജില്ലയിലാണ് നേരിട്ട് പോകാനായിട്ട് സാധിക്കുക. മറ്റൊരു ജില്ലയിൽ നിങ്ങൾ മറ്റാരെങ്കിലും അയക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ അയക്കുന്ന ആളുടെ കയ്യിൽ നിങ്ങൾ പ്രോക്സി ഫോമും അതുപോലെ തന്നെ മറ്റ് ഡോക്യുമെൻറ്റുകളുടെ ആ ഒരു അറ്റസ്റ്റ് ചെയ്ത സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഡോക്യുമെൻറ്റും നിങ്ങൾ നൽകേണ്ടതാണ്. അപ്പോൾ എന്താണ് പ്രോക്സി ഫോം, എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ചൊരു കാര്യമായിരുന്നു വേക്കൻസി പൊസിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഇവിടെ വേക്കൻസി പൊസിഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോട്ടയിലും എത്ര വീതം സീറ്റുകളാണ്, അതായത് ഓരോ റിസർവേഷൻ കോട്ടയാണിത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജനറൽ കോട്ട. അതുപോലെ IT എന്ന് പറഞ്ഞാൽ ITI പഠിച്ച വിദ്യാർത്ഥികൾക്കുള്ളതാണ്. EZ എന്ന് പറഞ്ഞാൽ EAV ആണ്. അപ്പോൾ ഈ രീതിയിൽ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചും അതായത് ഓരോ റിസർവേഷൻ വിഭാഗത്തിലും സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ CE എന്ന് പറഞ്ഞാൽ സിവിൽ ആൻഡ് എൻവയോൺമെൻറ്റലാണ്, അതുപോലെ മെക്കാനിക്കൽ, അതുപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ ഓരോ കോഴ്സുകളുടെ ആ ഒരു ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ ഓരോ കോഴ്സിലും ഓരോ കാറ്റഗറിയിലും അതായത് ഓരോ റിസർവേഷൻ കാറ്റഗറിയിലും എത്ര വീതം സീറ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ ഈ ഒരു CEയിൽ ഒരു സീറ്റ്, അതുപോലെ തന്നെ ME അതായത് മെക്കാനിക്കൽ 4 സീറ്റ്, EEയിൽ 3 സീറ്റ്. ഈ ഒരു രീതിയിൽ ഓരോ കോഴ്സിലും എത്ര വീതം സീറ്റുകൾ വീതം ഓരോ കാറ്റഗറിക്ക് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഓരോ കോളേജിലും എത്ര വീതം സീറ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ ഓർ കൗൺസിലിംഗ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഏത് ജില്ലകളിലൊക്കെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്, അതായത് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു ജില്ലയിലെ അതായത് ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഷെഡ്യൂൾ എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു കൗൺസിലിങ്ങിൽ പങ്കെടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് കാണാം ITI കാൻഡിഡേറ്റ്സ്, അതായത് ITI റിസർവേഷനുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 24 തീയതി രാവിലെ 9 മണി മുതൽ ആണ് ഈ ഒരു കൗൺസിലിംഗ് ആരംഭിക്കുന്നത്. സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിൽ 350 വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് അതിൽ ആ ഒരു 9 മണിക്ക് പങ്കെടുക്കേണ്ടത്. 10 മണിക്ക് സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിൽ 351 മുതൽ 1200 വരെയുള്ള ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ്. 11 മണിക്കാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിൽ 1201 മുതൽ ലാസ്റ്റ് റാങ്ക് വരെയുള്ള വിദ്യാർത്ഥികളാണ് പങ്കെടുക്കേണ്ടത്. അതുപോലെ തന്നെ +2 അല്ലെങ്കിൽ VHSCയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 24 തീയതി രാവിലെ 11 മണിക്ക്, അതായത് നിങ്ങൾ ഈ ഒരു ലാത്തിൻ കത്തലിക്ക്, അതുപോലെ തന്നെ ധീവര, അതുപോലെ ST കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികളാണ് ആ ഒരു 11:30 ഹാജരാവേണ്ടത്. അതുപോലെ തന്നെ കൗൺസിലിംഗിൽ പങ്കെടുക്കേണ്ടത് 11:45 സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിൽ 1000 വരെയുള്ള വിദ്യാർത്ഥികളാണ്. അതുപോലെ 1 മണിക്ക് സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിൽ 1001 മുതൽ 3000 വരെയുള്ള വിദ്യാർത്ഥികളാണ്. അതുപോലെ തന്നെ ഈ ഒരു 2:30 സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിൽ 3001 മുതൽ 4000 വരെയുള്ള വിദ്യാർത്ഥികളും SC വിദ്യാർത്ഥികൾ 4001 വരെയുള്ള ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട SC വിദ്യാർത്ഥികളും ആ ഒരു സമയത്ത് അതിൽ പങ്കെടുക്കണം. അതുപോലെ 3:15 നിങ്ങൾ അതായത് ഈ ഒരു 4001 അതിന് മുകളിലുള്ള അതായത് ലാസ്റ്റ് റാങ്ക് വരെയുള്ള വിദ്യാർത്ഥികളും ആ ഒരു സമയത്ത് ഹാജരാവേണ്ടതാണ്. അപ്പോൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോ ജില്ലയിലെ നോഡൽ പോളിടെക്നിക് കോളേജിൻ്റെയും വിശദമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നൽകിയിട്ടുണ്ട്, അതായത് SSLC, +2 അല്ലെങ്കിൽ VHSC അല്ലെങ്കിൽ ITI ഇവയുടെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ് എന്നിവ വിദ്യാർത്ഥികൾ ഈ ഒരു കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ എടുക്കണം. അതുപോലെ സെൻട്രൽ പോളിടെക്നിക് കോളേജിലെ ലാറ്ററൽ എൻട്രി മുഖേനയുള്ള പ്രവേശനം നേടുന്ന ഫീസ് ആനുകൂല്യം ഇല്ലാത്ത വിദ്യാർത്ഥികൾ 4000 രൂപയും അതുപോലെ തന്നെ കോഷൻ ഡെപ്പോസിറ്റ് ഇനത്തിൽ 1000 രൂപയും ഫീസായിട്ട് കൊടുക്കണം. പട്ടികജാതി പട്ടികവർഗം OEC അതായത് SC ST OEC വിഭാഗത്തിൽ ഉൾപ്പെടാത്ത എല്ലാ വിദ്യാർത്ഥികളും മേൽപ്പറഞ്ഞ ഫീസിന് പുറമെ സ്പെഷ്യൽ ഫീസ് ഇനത്തിൽ 10000 രൂപയും അടക്കണം. അതുപോലെ ഫീസും സ്പെഷ്യൽ ഫീസും ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ സ്വീകരിക്കുള്ളൂ. അതുപോലെ തന്നെ PTA ഫണ്ട് പണമായിട്ട് നൽകേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിൽ ഓരോ പോളിടെക്നിക്കിൻ്റെയും ഷെഡ്യൂൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ
ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഷെഡ്യൂൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും ആ ഒരു കോളേജിൽ എത്ര രൂപ നിങ്ങൾക്ക് ഫീസ് ഇനത്തിൽ വരും എന്നുള്ള കാര്യം കൂടി കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതുമാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം ഓരോ പോളിടെക്നിക്കിൻ്റെയും ആ ഒരു നിർദ്ദേശങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഓരോ കോളേജിൻ്റെയും ആ ഒരു ഫീസിൻ്റെ ഡീറ്റെയിൽസ്, അതായത് യൂണിഫോമിൻ്റെ ഫീസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫീസ് എന്നിങ്ങനെയൊക്കെയുള്ള വിശദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും കറക്റ്റായിട്ടുള്ള ആ ഒരു ഷെഡ്യൂൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെ പ്രോക്സി ഫോം ഫില്ല് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ പ്രോക്സി ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഡൗൺലോഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഫോം ഓഫ് ഓതറൈസേഷൻ ലെറ്റർ എന്നുള്ളത്. അത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നിങ്ങൾക്ക് ഇതുപോലെയാണ് പ്രോക്സി ഫോം കാണാൻ സാധിക്കുക. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഇവിടെ നിങ്ങളുടെ പേര് എഴുതുക, ഇവിടെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ പേര് എഴുതുക. അതിനുശേഷം നിങ്ങൾ ആരെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് അയക്കുന്നത്. അത് ഒരു ഉദാഹരണത്തിന് നിങ്ങൾ തിരുവനന്തപുരത്തും കൊല്ലത്തും നിങ്ങൾ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ തിരുവനന്തപുരത്താണ് നിങ്ങൾ പോകുന്നത് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും എടുക്കണം. അതുപോലെ നിങ്ങൾ കൊല്ലത്തേക്ക് നിങ്ങളുടെ രക്ഷിതാവിൽ ആരെങ്കിലും, അതായത് നിങ്ങളുടെ അച്ഛനെയോ അമ്മയോ ആണ് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ, അല്ലെങ്കിൽ സഹോദരനെയാണ് അയക്കാൻ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് അയക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ സഹോദരൻ്റെ പേര്, അത് ആരെയാണ് അയക്കുന്നത് അവരുടെ പേര്, അവരുടെ വീട്ടഡ്രസ്സ്, അതായത് വിലാസം ഇവിടെ കറക്റ്റായിട്ട് എഴുതുക. അതിനുശേഷം നിങ്ങൾ ആരെയാണ് അയക്കുന്നത് ആ ഒരു അയക്കുന്ന ആളുടെ സിഗ്നേച്ചർ ഇവിടെ ഇടുക. അപ്പോൾ അതായത് ഒപ്പിടുക. അതിനുശേഷം നിങ്ങൾ ഇവിടെയായിട്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ അഡ്രസ്സും എഴുതുക. നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ് എന്നിവ എഴുതുക. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോ ഇവിടെ ഒട്ടിക്കുക. ഫോട്ടോ ഒട്ടിച്ച ശേഷം അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. അപ്പോൾ സെൽഫ് അറ്റസ്റ്റഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സിഗ്നേച്ചർ, അതായത് ഫോട്ടോയിൽ കൊള്ളുന്ന രീതിയിൽ ഇടുക. ഫോട്ടോയുടെ മുഖത്ത് കൊള്ളാനായിട്ട് പാടുള്ളതല്ല, കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ഇവിടെ ആയിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. അതായത് ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. വിദ്യാർത്ഥിയുടെ സിഗ്നേച്ചറാണ് ഇവിടെ ഇടേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ രക്ഷിതാവാണോ ആരാണോ പോകുന്നത് അവരുടെ ഫോട്ടോ ഒട്ടിക്കുക. അവരുടെ ഫോട്ടോയിൽ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. ആ സെൽഫ് അറ്റസ്റ്റഡ് ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ സിഗ്നേച്ചർ ആയിരുന്നാലും മതി. സിഗ്നേച്ചർ മുഖത്ത് കൊള്ളാത്ത രീതിയിൽ ഫോട്ടോയിൽ മാത്രമേ കൊള്ളാൻ പാടുള്ളൂ. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെയാണ് ഫോട്ടോ ഉള്ളതെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ സിഗ്നേച്ചർ ഇതുപോലെയാണ് ഇടേണ്ടത്. മുഖത്ത് ആയിട്ട് കൊള്ളാനായിട്ട് പാടില്ല. ജസ്റ്റ് ആ ഷർട്ടിൽ, അതായത് ഡ്രസ്സിൽ കൊള്ളുന്ന രീതിയിൽ, ഫോട്ടോയുടെ ഡ്രസ്സിൽ കൊള്ളുന്ന രീതിയിൽ മാത്രമേ സിഗ്നേച്ചർ ഇടാവൂ. കുറച്ച് പുറത്തും അതിനുശേഷം അതിൻ്റെ ബാക്കി ഭാഗം ഈ ഒരു ഫോട്ടോയിൽ കൊള്ളുന്ന രീതിയിലായിരിക്കണം. മുഖത്ത് ആ ഒരു സിഗ്നേച്ചർ ഇടാൻ പാടില്ല. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു സിഗ്നേച്ചർ ഇട്ട ശേഷം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഇവിടെ അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അത് ജസ്റ്റ് നിങ്ങൾ ഒരു ഓതറൈസേഷൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ നിങ്ങളുടെ പ്ലേസ്, അതുപോലെ ഡേറ്റ്, ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ ഒരു ഓതറൈസേഷൻ ലെറ്റർ ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെയും ആ ഫുൾ ഫോം അറിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രോഗ്രാംസ് ആൻഡ് കോഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു PDF ഡൗൺലോഡായിട്ട് വരുന്നതാണ്. ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഓരോ കോഴ്സിൻ്റെയും ആ ഒരു പ്രോഗ്രാം കോഡ്, അതുപോലെ പ്രോഗ്രാമിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഇത് നിങ്ങൾ നോക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഷെഡ്യൂളിൻ്റെ ഡേറ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കി നിങ്ങൾ ആ ഒരു സമയത്ത് തന്നെ പോയിട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. ഒന്നിൽ കൂടുതൽ പോളിടെക്നിക് കോളേജുകളിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ് നിങ്ങൾ പോകുന്ന പോളിടെക്നിക് കോളേജിലേക്കും, അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ഫോട്ടോ സ്റ്റാറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ രക്ഷിതാവിനെയാണ് അയക്കുന്നതെങ്കിൽ രക്ഷിതാവിന് കൊടുത്തയക്കുക. അപ്പോൾ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് വെച്ചാൽ സിമ്പിളാണ്. നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുകയും അതിനുശേഷം ഫോട്ടോ സ്റ്റാറ്റിൽ സെൽഫ് അറ്റസ്റ്റഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ സിഗ്നേച്ചർ എന്നിവ ഇടുക മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് സെൽഫ് അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 2 പോളിടെക്നിക് കോളേജിലും അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ അതിൽ എവിടെയാണോ ലാസ്റ്റ് അഡ്മിഷൻ എടുത്തത് അതായിരിക്കും നിങ്ങളുടെ ആ ഒരു സീറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആരെയാണോ അയക്കുന്നത് അവരെ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളത് അവിടെ അഡ്മിഷൻ ഉറപ്പാക്കുകയും ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.